ഹലോ ഫ്രണ്ട്സ്, കാര്യതകൾക്കുള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവരെ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സുധീഷിനെ എല്ലാവരും രക്ഷപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരുവാണ്. അവരുടെ വീട്ടിൽ കയറി നല്ല രീതിയിൽ എല്ലാം കൊടുത്തിട്ട് അച്ഛനും ചേട്ടൻ്റെ എല്ലാം കൊടുത്തിട്ടൊക്കെ തിരിച്ചു വരുന്ന വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിധിയാണ് വളരെ സങ്കടപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, സുധീഷെ, എൻ്റെ വീട്ടുകാർ എങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞാൻ ഒരുപാട് വിശ്വസിച്ച് പോയെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ പറയും. രക്ഷപ്പെട്ടല്ലോ, അതൊക്കെ ഭാഗ്യമായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നിധി ചോദിക്കുന്നുണ്ട്, ഇതിപ്പം നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് സുരേഷേട്ടൻ ചോദിക്കുമ്പോഴത്തേക്ക് അത് അപ്പോൾ സുധീഷനെ പറയുവാണ്, വേറെ ഒന്നുമില്ല, ഞാൻ ഇപ്പം എന്നെ നിൻ്റെ അച്ഛൻ വെല്ലുവിളിച്ചതും 7 ദിവസത്തിനുള്ളിൽ നിന്നെ കൊണ്ടുപോകുന്നു, പിന്നെ മാത്രമല്ല നിന്നെ ഇല്ലാതാക്കണമെന്നൊക്കെ എന്നെ അടുത്ത് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരാളോട് പറഞ്ഞു, അതായത് ഹരീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരീഷിനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവന് ഡൗട്ട് തോന്നി. ആ സംഭവം അത് വെച്ചിട്ടാണ് ഇവർ കണ്ടുപിടിച്ചതെന്നുള്ള രീതി പറഞ്ഞു. എന്നാലും ഒരുപാട് അടിച്ചിട്ടുണ്ടോ സുധീഷ് എന്ന് ചോദിച്ചു. ഉടനെ സുധീഷ് പറയുക, ഒരു വെടിപ്പിന്, അതായത് ഒരു 1.5 അടിയാണ് കിട്ടിയേക്കുന്നത്, അതുപോലെ രീതിയിൽ അമ്മമാർ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, ഇപ്പം മാനേജ് ചെയ്തിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പറയുവാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് വീട്ടിൽ ചെന്ന് നേരെ വണ്ടി കൊണ്ട് നേരെ വീട്ടിൽ ചെന്ന് അച്ഛൻ വാതിൽക്ക് നിൽക്കുക, വാസ്കൻ്റെ പുറത്തിരിക്കുകയാണ്. അവിടെ കിടക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് സുഭാഷ് ചോദിക്കും, അച്ഛൻ വല്ലതും കഴിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ, നീ ഇവിടെ മറ്റേ മട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടിരിക്കുമെന്ന് പറയും. അങ്ങനെ പിന്നെ അകത്തോട്ട് എല്ലാവരും കയറി ചെന്നിട്ട് പറയുമ്പോഴത്തേക്ക് നികേഷ് പറയും, ഇയാൾ എന്നാ മനുഷ്യനാണോ? കാരണം ഞാൻ ഏതൊരു സാഹചര്യത്തിലാണ് പോയിട്ട് വന്നതെന്നൊന്നും ചിന്തിക്കാനോ അല്ല പറയാനോ ഒന്നും പറ്റുന്നില്ല. ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സുധീഷ് പറയും, എടാ നിനക്ക് അറിയത്തില്ലേ പുള്ളി ഇങ്ങനെയാണെന്ന് അറിയത്തില്ലേ എന്നുള്ളത് ചോദിക്കുകയാണ്. ഉടനെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഞാനടുത്ത് സുധീഷേട്ടൻ എൻ്റെ എന്തെങ്കിലും എടുക്കുമെന്നൊക്കെ ഓർത്തിട്ട് എന്നടുത്ത് ഞാൻ എന്നെ എടുക്കാനാടാ എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, അത് സുഭാഷേട്ടൻ വളർത്തി ചെറുക്കനല്ലേ, അതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞു. ഉടനെ അപ്പോൾ ആ ക്രെഡിറ്റും അങ്ങോട്ട് പോയല്ലേ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അല്ലാതെ എൻ്റെ ഭാഗത്തുള്ള ഇതല്ല, ആ ക്രെഡിറ്റും കൂടെ സുധീഷേട്ടന് പോയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, എന്നിട്ട് പറയാം, പക്ഷേ ഞാൻ സുധീഷേട്ടൻ വളർത്തിയതല്ലാത്തതുകൊണ്ട് ഞാനൊരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് പോയിട്ട് അകത്തോട്ട് പോയിട്ട് ഒന്ന് കുറച്ച് സാധനം എടുത്തിട്ട് വന്നിട്ട് പറയാം, ഞാൻ എൻ്റെ വോട്ടർ ഐ ഡിയും ലൈസൻസും അതെല്ലാം എടുത്തിട്ടുണ്ട്, ഇനിയിപ്പം ഇതില്ലെന്ന് പറഞ്ഞുള്ളൊരു ഇതിപ്പോൾ പരാതിയൊന്നും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൊള്ളാം, അതെല്ലാം സന്തോഷമായിട്ടുണ്ടെന്ന് പറയുകയാണ്. അടുത്ത സീൻ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് സുഭാഷ് ജോലിക്കൊക്കെ പോകാൻ വേണ്ടി വരിക. സുഭാഷ് ജോലിക്ക് പോകാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് വേണ്ട നികേഷ് കിടന്ന് നന്നായിട്ട് ഉറക്കം. നികേഷ് ഉറങ്ങുമ്പോഴത്തേക്ക് സുഭാഷ് പറയുന്നുണ്ട്, എടാ നികേഷ് എന്നെ. അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിധിയും സുധീഷ് നിൽപ്പുണ്ട്. അപ്പോൾ സുധീഷ് ഇങ്ങനെ അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ല, അതിന് മുമ്പ് ഒരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് വൈകിട്ടാകുമ്പോഴത്തേക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് മറ്റേ ഗുണ്ട വരുന്നുണ്ട്. ഗുണ്ട വന്നിട്ട് പറയും, അപ്പം നികേഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. നികേഷ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് പറയും, എനിക്ക് വണ്ടിയുടെ കീ ഒന്ന് വേണം, ഒരാൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, നിന്നോടാരെ നീ ഇനി അടിയുണ്ടാക്കാൻ വന്നാലാണ്, ഇല്ല എനിക്ക് കീ തന്ന ഞാൻ പോയേക്കാന്ന് പറയുമ്പോഴത്തേക്ക് നിധി ഇത് കേട്ടോണ്ടിരിക്കും. നിധി അകത്തോട്ട് കീ എടുത്തുകൊണ്ടിട്ട് പറഞ്ഞ്, വണ്ടിക്ക് വല്ലതും കേടുപാട് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, എടാ നിങ്ങൾ അവിടുത്തെ പോലെ ആൾക്കാരല്ല ഞങ്ങൾ എന്നുള്ള രീതി പറയുന്നുണ്ട്, നമുക്ക് കീ കൊടുത്തിട്ടേക്കെന്ന് പറയുമ്പോഴത്തേക്ക് എടാ ഈ സുധീഷ് ചോദിക്കുന്നുണ്ട്, നീ പാതിരാത്രി ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതില്ലേ, അതെന്തെങ്കിലും ഉടായ്പ കാണോ? അല്ലടാ എൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ വെച്ചേക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ നിധി പറഞ്ഞു, അവനൊന്നും ചെയ്യേണ്ട, വിട്ടേക്ക് എന്നുള്ള രീതിയിൽ പറയണം. അങ്ങനെ പിന്നെ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നുണ്ട്, നമ്മൾ നികേഷ് പനിയായിട്ട് കിടക്കുമ്പോഴത്തേക്ക് നിധിയും സുധീഷ് അടുത്ത് ഇരിപ്പുണ്ട്. അവർ എന്തോ അപ്പോൾ നിധിയുടെ പുറകെ ഇങ്ങനെ നടക്കുക, സുധീഷ് എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നികേഷിനോട് സുഭാഷ് പറയും, എടാ എഴുന്നേക്ക് ഇത്ര നേരം കിടക്കുന്ന എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നികേഷ് പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ പിന്നെ എഴുന്നേക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് സുഭാഷ് വന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കും, ദേഹത്തെല്ലാം തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര പനി അടിച്ചേക്കുന്നത്. എടാ നീ എന്ത് ഇങ്ങനെ നിനക്ക് പനിയുണ്ടല്ലോ, എഴുന്നേക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോകണം, നിനക്ക് തന്നെ ഭയങ്കരമായിട്ട് ചൂടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചൂടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എനിക്ക് വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുവാണ്. ആര് പറയാം, നമ്മുടെ നികേഷ് പറയുവാണ്.
എന്ന് പറയാം ഇല്ല എഴുന്നേക്ക് നമുക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് നിധി എടുത്തിട്ടൊന്ന് തൊട്ട് നോക്കിയിട്ട് പറയാം ചൂടുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം സുഭാഷ് ചേട്ടൻ പൊക്കോ പണിക്ക് പൊക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല ഞാൻ നിൽക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട ഇത് വെള്ളാപ്പള്ളെന്നല്ലോ ഞാൻ നോക്കിക്കോളാം എൻ്റെ കൂടെ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പൊക്കോളാം എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് പോകണം അപ്പം പറഞ്ഞ് നികേഷേ എഴുന്നേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന പറഞ്ഞ് ഇല്ല ഏട്ടത്തി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഏട്ടാ നീ എഴുന്നേക്കെന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് പറയാം ഞാനിവിടെ കിടക്കുന്നില്ല അന്ന് അകത്തോടെ കിടക്കും ഇവിടെ ഭയങ്കര വെളിച്ചമാണെന്ന് പറഞ്ഞ് പായം തലണയൊക്കെ എടുത്തിട്ട് നികേഷ് അകത്തോട്ട് പോകണം അപ്പോഴത്തേക്ക് പറയാം സുധീഷ് പറയാം ഞാനിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നെ നികേഷിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറയാം അതും ഞാൻ പൊക്കോളം കുഴപ്പമൊന്നുമില്ല തിഥി പറയണം എന്ന് പറയാം ഇല്ല ഞാനും വരുന്നുണ്ടെന്ന് പറയാം അതെന്താ നീ വരുന്നത് അല്ലെ എന്തിനാ സുധീഷ് വരുന്നത് ഞാനിവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തെ പറയാം ഇല്ല എനിക്കും എന്തോ ശരത്തിന് ഭയങ്കര വയ്യാഴിക കാരണം അടിയൊക്കെ കൊണ്ടില്ല കാലിനൊക്കെ ഭയങ്കര വേദന എന്നൊക്കെ പറയണം കാലിനൊക്കെ വേദന എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ എനിക്ക് ടൗണിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയാം എന്നാൽ ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടോ അയ്യോ എന്നാൽ വേണ്ട നിങ്ങൾ ഇരുന്ന് ഹോസ്പിറ്റലിൽ പോക്കോ ഞാൻ വെറുതെ എന്തിനാ ജോലി കളയുന്നു ഞാൻ പോകാമെന്ന് പറഞ്ഞ് സുധീഷ് അങ്ങനെ ഇറങ്ങുവാണ് അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്നുണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിലാണ് വർക്ക്ഷോപ്പിൽ നേരെ വന്ന് ഹരീഷ് വന്ന് വണ്ടി നിർത്തി അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആശാൻ ഇവിടെ നിന്ന് എവിടെ പോയേക്കുമായിരുന്നു ഇന്നലെ വണ്ടി വന്നിട്ട് ഒരാൾ വണ്ടി വന്നിട്ട് ആ സോണിച്ചേട്ടനാണ് കൊണ്ടുവന്നത് ആ പുള്ളി എന്തിനാ ഈ വണ്ടി കൊണ്ടുപോയി ചോദിച്ചപ്പോഴത്തേക്ക് പറയാം അത് ഞാനാണ് കൊണ്ടുപോയത് എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു പറയുമ്പോഴത്തേക്ക് എന്നിട്ട് പറയണ എടാ ആ സ്പീഡോമീറ്റർ ഒന്ന് ശരിയാക്കി ഉടനെ മറ്റവൻ പറയുകയാണ് അത് സ്പീഡോമീറ്റർ ഞാൻ ശരിയാക്കിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഹരീഷ് അത് ഞാൻ ഊരിയിട്ടായിരുന്നു പറയാം അപ്പോൾ എന്തോ ഊടായ്പ നടക്കുന്നുണ്ടല്ലോ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എടാ നീ മര്യാദയ്ക്ക് പണിയെടുക്കാൻ നോക്ക് എന്ന് പറയണം എന്നിട്ട് പണിയെടുക്കാൻ നോക്കുന്നു അപ്പോൾ എന്നിട്ട് പോയിട്ട് ഇവനും ഡ്രസ്സൊക്കെ മാറിയിട്ട് പണിയെടുക്കാൻ വേണ്ടി സ്ക്രൂവും സ്പാൻഡൊക്കെ എടുത്തുകൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയും എന്നെ ചെയ്യാനാ ഹരീഷേട്ടാ ഇന്നലെ ആ നീതു വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കര ബഹളമായിരുന്നു നിങ്ങൾ ഹരീഷിൻ്റെ കൂടെ ചേർന്ന് എന്നെ ഉടായ്പൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതായതെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇട ചാർജർ ഇല്ലായിരുന്നു അപ്പോൾ ചാർജർ വീട്ടിൽ കൊടുത്തിരുന്നത് അവിടെ ഫോൺ താഴെ വീണ് പൊട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഫോൺ കടയിൽ കൊടുത്തിട്ട് മേടിച്ചപ്പോഴത്തേക്ക് രാത്രിയാണ് പിന്നെ ഞാൻ ഓണാക്കാൻ വേണ്ടി ഇപ്പോഴേ ഓണാക്കുന്നു പറഞ്ഞു ഓണാക്കി കഴിയുമ്പോൾ കുണുകുണാന്ന് മെസ്സേജ് അപ്പോൾ പറയാം ആശാനെ തന്നെ 110 മെസ്സേജ് ഉണ്ടെന്ന് പറയും 1 2 3 എന്നൊക്കെ എണ്ണുന്നുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞു 110 മെസ്സേജ് ഉണ്ടെന്ന് പറയുവാണ് ശരിയെന്ന് പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് 110 മെസ്സേജ് കണ്ടിട്ട് ഹരീഷ് കൊണ്ടായിരിക്കും എന്നാ ചെയ്യാനുള്ള ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുക ഞാനൊരു കാര്യത്തിൽ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത്യാവശ്യത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവൾ മനസ്സിലാകത്തില്ല അവളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം പിന്നാലും പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ അത്യാവശ്യം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടല്ലേ എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിധി ഫ്രണ്ടിൽ വന്നിക്കുക എടോ നിനക്ക് എന്നെ ഫോൺ ചെയ്തെടുക്കത്തില്ലായിരുന്നു അപ്പോഴത്തേക്ക് ഇന്ന് മിനിഞ്ഞാന്ന് രാത്രി ഞാൻ വിളിച്ചു പിന്നെ മിനിഞ്ഞാന്ന് രാത്രി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ഇന്ന് രാവിലെ ഇന്നലെ ഫോൺ അണ്ണ മറ്റേ ഡിറ്റോ പറയുന്നുണ്ട് നീതു ചേട്ടൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു പറയുമ്പോഴത്തേക്ക് അല്ല ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലെ വിളിക്കായിരുന്നല്ലോ അപ്പം എന്നിട്ട് ഇപ്പോൾ ഇപ്പോഴാണ് ഫോൺ ഓണായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഇപ്പോൾ വിളിക്കായിരുന്നല്ലോ ഇപ്പോൾ വിളിച്ചില്ലല്ലോ ഇത്ര നേരമായിട്ട് എൻ്റെ മെസ്സേജ് അവിടെ വന്നതല്ല അപ്പം വിളിക്കാത്തില്ലായിരുന്നു പറയുമ്പോഴത്തേക്ക് നീ എന്നെ തേക്ക് വരുന്നില്ലടാ നീ എന്നെ ഇല്ലാതാക്കുമായിരുന്നില്ല നീ ഒരാഴ്ചയായിട്ട് ലവ് ടു അങ്ങനെ ആയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നിനക്ക് വേണ്ടാതായിട്ട് എന്നെ വെറുത്തല്ലേ നിനക്ക് മറ്റുള്ളവരായിട്ട് കറങ്ങണമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നീ ഹരീഷ് അതേടി എനിക്ക് നിന്നെ വേണ്ടടി മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകാത്ത നിന്നെ അത്രയും തന്നെ ചൂടായിക്കൊണ്ടിരുന്ന നീ ഇത് പേടിച്ച് ഞെട്ടി വരയ്ക്കുക അതേടി എനിക്ക് നിന്നെ വേണ്ടടി നിന്റെ രീതിയിൽ ജീവിക്കുമല്ലേ നിന്നോട് ഞാൻ പറഞ്ഞ് മനസ്സിലാകത്തില്ലല്ലേ നീ എത്ര പറഞ്ഞാലും നീ മനസ്സിലാകത്തില്ല നിനക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്ന സൗകര്യം എനിക്കൊരു സമാനത്തോടെ ഇരിക്കാൻ പറ്റും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം നിന്റെ കിന്നാരം കേട്ടുകൊണ്ടിരിക്കണം മനുഷ്യൻ ഇവിടെ ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല ദേഷ്യപ്പെടുന്നൊരു സീനാണ് നമ്മുടെ ഇന്നത്തെ സീൻ അവസാനിക്കുന്നത് കാത്തിരുന്നതിനെ കാണാൻ വരുന്ന ദിവസങ്ങളിലുള്ള ഓരോ വിശേഷങ്ങളിൽ അതിനെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു സൈനിങ് ഓഫ് താങ്ക് യു